ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. ആഭരണധാരണം എന്ന വിഷയം സംബന്ധിച്ച് ചെയ്യുന്ന 4ാമത്തെ വീഡിയോ ആണിത്. സത്യത്തിൽ 4ാമത്തെ ഒരു വീഡിയോ കൂടി ചെയ്ത് ആഭരണം ധരിച്ച് സഭയിലേക്ക് വരുന്ന ആളുകളെ, അല്ലെങ്കിൽ ആഭരണം ധരിച്ചുകൊണ്ടിരിക്കുന്ന സമൂഹങ്ങളിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വരുന്നവരെ സഭ എങ്ങനെ സ്വീകരിക്കണം എന്നുള്ള വിഷയത്തിൽ ഒരു വീഡിയോ കൂടി ചെയ്ത് ഇത് അവസാനിപ്പിക്കണം എന്നാണ് വിചാരിച്ചിരുന്നത്. എന്നാൽ കഴിഞ്ഞ 3 വീഡിയോയോടുള്ള ബന്ധത്തിൽ ലഭിച്ച അനേക ചോദ്യങ്ങൾക്ക് ഒരു മറുപടി കൂടി നൽകണം എന്നുള്ള താല്പര്യം ഉണ്ടായതിനാൽ ഈ വീഡിയോയിൽ ആഭരണധാരണം സംബന്ധിച്ച് ഈ ദിവസങ്ങളിൽ എനിക്ക് ലഭിച്ച പ്രധാനപ്പെട്ട കാമ്പുള്ള ചില ചോദ്യങ്ങൾക്ക് മറുപടി പറയണം എന്ന് മാത്രമാണ് ആഗ്രഹിക്കുന്നത്. ഒരുപാട് പരിഹാസത്തോടുകൂടിയും അപമാനിക്കുന്ന നിലയിലും എടാപോടാ വിളികളും ഒക്കെ ചിലർ ചെയ്തു. അതിനൊന്നും മറുപടി പറയാൻ തക്കണം ആഗ്രഹിക്കുന്നില്ല. കാരണം ഒരു വിഷയം പറയുമ്പോൾ അതിനോട് യോജിക്കാൻ കഴിയാത്തത് കൊണ്ട് അത് പറഞ്ഞ ആളെ അപമാനിക്കുന്ന നിലയിലൊക്കെ സംസാരിക്കുന്നത് അത് വ്യക്തിത്വമില്ലായ്മയുടെ പ്രശ്നമാണ്, വളർത്തുദോഷം എന്നൊക്കെ അതിനെ പറയാം. അതുകൊണ്ട് അങ്ങനെയുള്ള അർത്ഥശൂന്യമായ ചോദ്യങ്ങൾക്ക്, അല്ലെങ്കിൽ അപമാനിക്കുന്ന നിലയിൽ ചോദിച്ചിരിക്കുന്ന കാര്യങ്ങൾക്ക് മറുപടി പറയുവാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ വായിക്കുന്നവർക്ക് കാമ്പുണ്ട് എന്ന് തോന്നും വിധത്തിൽ ആഭരണവാദികളായ ചില പ്രിയപ്പെട്ടവർ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ വചനത്തിൽ നിന്നുകൊണ്ട് മറുപടി പറയാം എന്ന് ആഗ്രഹിക്കുന്നു. ആദ്യമായിട്ട് ഇതുവരെ ചെയ്ത 3 വീഡിയോകളുടെയും അടിയിൽ ജെയിംസ് വർഗീസ് എന്ന പേരിൽ പോസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു ചോദ്യത്തിനാണ് മറുപടി പറയാൻ തക്കണം ആഗ്രഹിക്കുന്നത്. ഇത് ജെയിംസ് വർഗീസ് എന്ന പേര് കേട്ടപ്പോൾ ഇത് നമ്മുടെ കേരളത്തിന്റെ മുൻ അഡീഷണൽ സെക്രട്ടറി ആയിരുന്ന ബഹുമാന്യനായ, ഞാനും വളരെ ബഹുമാനിക്കുന്ന ജെയിംസ് വർഗീസ് സാർ ആണെന്നാണ് ഞാൻ ഊഹിച്ചത്. ഒരു പരിഹാസരൂപേണയാണ് ഇതിവിടെ പോസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. എന്നാൽ ആദ്യം വായിച്ചപ്പോൾ എനിക്ക് ഇത് വളരെ കാമ്പുള്ളൊരു ചോദ്യമാണെന്നാണ് ഞാൻ ചിന്തിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത് ജെയിംസ് വർഗീസ് സാർ ചോദിച്ച ചോദ്യമായിരിക്കുമല്ലോ എന്ന് ഞാൻ ചിന്തിച്ചത്. എന്നാൽ ഈ ചോദ്യത്തിന്റെ അടിസ്ഥാന രാഹിത്യം മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി, ഇത്ര ബാലിശമായ ഒരു ചോദ്യം ജെയിംസ് വർഗീസ് സാറ് ചോദിക്കാനുള്ള ഒരു സാധ്യതയുമില്ല. അത് തന്നെയല്ല, എന്നെപ്പോലെ വളരെ ഇളയ ഒരു സഹോദരനെ പരിഹസിക്കുന്ന നിലയിൽ സംസാരിക്കാൻ മാത്രമുള്ള ഒരു മാനസികാവസ്ഥ ജെയിംസ് വർഗീസ് സാറിനുണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ എന്തായാലും ആ ചോദ്യവും അതിൻ്റെ ഒരു ഉത്തരവും നിങ്ങളോട് പറയുവാൻ തക്കണം ആഗ്രഹിക്കുന്നു. ഇനി ജെയിംസ് വർഗീസ് സാർ തന്നെയാണ് ഇത് ചോദിച്ചിരുന്നെങ്കിലും അദ്ദേഹം എന്നെ പരിഹസിച്ചതിലൊന്നും എനിക്ക് യാതൊരുവിധ വിഷമവും ഇല്ല. കാരണം അദ്ദേഹമൊക്കെ വളരെ ശ്രേഷ്ഠരായ ആളുകളാണല്ലോ. എന്നെ പോലെയുള്ള ഒരാളെ പരിഹസിക്കുന്നത് കൊണ്ടൊന്നും അദ്ദേഹത്തിനൊരു നഷ്ടം ഉണ്ടാവില്ല. ഞാൻ ആ നിലയിൽ അദ്ദേഹത്തിനോട് മറുപടി പറയുവാനോ ആഗ്രഹിക്കുന്നില്ല. പ്രായം കൊണ്ടും മറ്റു പല യോഗ്യതകൾ കൊണ്ടും എന്നെക്കാളും വളരെ ശ്രേഷ്ഠനായ ഒരു വ്യക്തിത്വമാണ് ജെയിംസ് വർഗീസ് സാർ. എങ്കിലും ഞാൻ വീണ്ടും പറയുകയാണ്, ഈ ചോദ്യത്തിന്റെ അടിസ്ഥാന രാഹിത്യം മനസ്സിലായി കഴിഞ്ഞപ്പോൾ ഇത് അദ്ദേഹം ആയിരിക്കില്ല ചോദിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ ഈ 3 വീഡിയോകളുടെ അടിയിലും ഈ ചോദ്യം അദ്ദേഹം പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പുറപ്പാട് പുസ്തകം 3-ന്റെ 22 നിന്നുള്ളൊരു വാക്യമാണ് അദ്ദേഹം സൂചിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ആഭരണധാരണം വിഗ്രഹാരാധനയുമായിട്ട് ബന്ധമുള്ളത് കൊണ്ട് അത് ഉപേക്ഷിക്കണം എന്നുള്ളൊരു തോട്ടാണല്ലോ വിവിധ വചനത്തിൽ നിന്നും ചരിത്രത്തിൽ നിന്നുമുള്ള കാരണങ്ങൾ എടുത്തുകൊണ്ട് കഴിഞ്ഞ വീഡിയോകളിൽ സൂചിപ്പിച്ചിരുന്നത്. അപ്പം അദ്ദേഹം ഇവിടെ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്: ഈ കാര്യം ജെബിക്ക് അറിയാമെങ്കിലും ദൈവത്തിന് അറിഞ്ഞുകൂടായിരുന്നു. അതിന് ഉപോത്ബലകമായിട്ട് അദ്ദേഹം പോസ്റ്റ് ചെയ്തിരിക്കുന്നത് പുറപ്പാട് 3:22 ദൈവം ഇസ്രായേൽ മക്കളോട് പറഞ്ഞു, നിങ്ങൾ മിസ്രയീമ്യരോട് അവരുടെ ആഭരണങ്ങൾ വാങ്ങി ഇസ്രായേല്യരുടെ പുത്രന്മാരെയും പുത്രിമാരെയും ധരിപ്പിക്കുവിൻ. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഈ വിഗ്രഹാരാധനയുമായിട്ട് ആഭരണത്തിന് ബന്ധമുണ്ടായിരുന്നു എന്ന് ജെബിക്ക് മനസ്സിലായി, പക്ഷെ ദൈവത്തിന് മനസ്സിലായില്ല. അതിന് പിന്നീട് താഴെ അദ്ദേഹം രേഖപ്പെടുത്തിയിരിക്കുന്നത്, അതിനാൽ അടിയന്തരമായി ജെബി ദൈവത്തെ തിരുത്താനായി സ്വർഗത്തിലേക്ക് പോകണം, ബൈബിളിൽ നിന്ന് ആ ഭാഗം നീക്കാനായും
ദൈവത്തോട് പറയണം എന്നാണ് അദ്ദേഹം പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഞാൻ വീണ്ടും വളരെ താഴ്മയായിട്ട് പറയുന്നു, ജെയിംസ് വർഗീസ് സാറാണ് ഇത് പോസ്റ്റ് ചെയ്തതെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഇത്ര ബാലിശമായൊരു പോസ്റ്റ് അദ്ദേഹം ചെയ്യുമോ? എനിക്ക് വിശ്വസിക്കാനായിട്ട് സാധിക്കുന്നില്ല. മിസ്രൈമിൽ നിന്ന് ഇസ്രായേൽ മക്കൾ പുറപ്പെട്ടപ്പോൾ ദൈവം അവരോട് കൽപ്പിച്ച ഒരു കൽപ്പനയാണ് നമ്മളിവിടെ കേൾക്കുന്നത്. അവർ 400 വർഷം അടിമ ജീവിതം നയിച്ചു. മിസ്രൈമിനെ ഡെവലപ്പ് ചെയ്യാനായിട്ട് അവർ അധ്വാനിച്ചു. അതിൻ്റെ ഫലം ഇസ്രായേൽ മക്കൾക്ക് കിട്ടണം എന്നുള്ള ആഗ്രഹത്തിൽ അവരുടെ കയ്യിൽ നിന്ന് ആഭരണങ്ങളും ഒക്കെ സ്വീകരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു തർക്കത്തിന് വേണ്ടി സാറിന്റെ വാദം അങ്ങ് അംഗീകരിക്കുക തന്നെയാണെന്ന് വെക്കുക. ദൈവം ആണ് ഈ കൽപ്പന കൊടുത്തിരിക്കുന്നത്. ആഭരണങ്ങൾ മേടിച്ച് പുത്രന്മാരും പുത്രിമാരെയും ധരിപ്പിക്കണമെന്ന് ഇസ്രായേൽ മക്കളോട് പറയും. പക്ഷേ സാറ് ആ വാക്യത്തിന്റെ അടുത്ത ഭാഗം മനഃപൂർവ്വം വിട്ടുകളഞ്ഞതാണെന്ന് ചിന്തിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല. മറിച്ച് സ്വന്തം വാദം ന്യായീകരിക്കാൻ വേണ്ടി പാത്രം പറഞ്ഞിരിക്കുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ വാക്യത്തിന്റെ അടുത്ത ഭാഗം എന്താണെന്നറിയോ? ഓരോ സ്ത്രീ താന്താന്റെ അയൽക്കാരിയോടും വീട്ടിലെ അതിഥിയായി പാർക്കുന്നവളോടും വെള്ളി ആഭരണങ്ങളും പൊന്നാഭരണങ്ങളും വസ്ത്രങ്ങളും ചോദിച്ചു വാങ്ങി നിങ്ങളുടെ പുത്രന്മാരെയും പുത്രിമാരെയും ധരിപ്പിക്കുകയും, അത്രയും ഭാഗം സാറ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കി എന്താണെന്നറിയോ? മിസ്രൈമ്യരെ കൊള്ളയിടുകയും വേണം എന്നാണ്. അപ്പൊ ഞാൻ ചോദിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത്, ഈ മിസ്രൈമിൽ നിന്ന് ആഭരണങ്ങൾ മേടിക്കണമെന്ന് പറഞ്ഞു ദൈവം, അപ്പൊ അതുകൊണ്ടാണ് സാറൊക്കെ ഈ ആഭരണം ധരിക്കുന്നതിനെ അനുകൂലിക്കുന്നത് എന്ന് പറയുന്നു. വാദത്തിന് വേണ്ടി അത് അംഗീകരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇത് കൊള്ളയിട്ട് തന്നെ മേടിക്കണമെന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. ഈ യൂട്യൂബ് വീഡിയോയുടെ അടിയിൽ രാജേഷ് എന്ന് പറയുന്ന ഒരാള് ഇതിനൊരു മറുപടി കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ജ്വല്ലറി കൊള്ളയടിച്ച് ആഭരണം ധരിക്കാമോ എന്നാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്. അപ്പം ആ ഒരു വാക്യത്തിന്റെ പകുതി ഭാഗം എടുത്തിട്ട് ദൈവം ആഭരണം ധരിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നു, അവരെ ധരിപ്പിക്കാൻ പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് വിശ്വാസികൾക്ക്, പുതിയ നിയമ കാലഘട്ടത്തിലെ വിശ്വാസികൾക്ക് ആഭരണം ധരിക്കാമെന്നാണ് സാറ് പറയുന്നെങ്കിൽ, ആ ഒറ്റ വാക്യം എടുത്തിട്ടാണ് സാർ പറയുന്നതെങ്കിൽ, എന്റെ ചോദ്യം, കൊള്ളയിടാൻ ദൈവം പറഞ്ഞ ആ കാര്യവും ഇന്നത്തെ പുതിയ നിയമസഭയിൽ സാർ പഠിപ്പിക്കുമോ എന്നാണ് എന്റെ എളിയ ചോദ്യം. ആഭരണം ധരിപ്പിക്കുവിൻ എന്ന് പറഞ്ഞു. പരിശുദ്ധാത്മാവിന്റെ നടത്തിപ്പിൽ നിന്ന് ചിന്തിക്കുന്ന ഏതൊരു വ്യക്തിക്കും മനസ്സിലാക്കാനായിട്ട് സാധിക്കും, അവര് 400 വർഷത്തെ അടിമത്തത്തിന് ശേഷം അവിടെ നിന്ന് പുറപ്പെട്ടു പോവുകയാണ്. അപ്പോൾ ആ ആഭരണങ്ങൾ കൊണ്ടുപോകാനുള്ളൊരു മാധ്യമമായിട്ട് മാത്രം അത് മേടിച്ച് ധരിക്കണം എന്ന് പറഞ്ഞിരിക്കുകയാണ്. അത് കൊള്ളയിടണം, കാരണം അത് അവരർഹിക്കുന്നതാണ്, അവരുടെ ജോലിയുടെ കൂലിയാണ്. എന്നാൽ പിന്നീട് പുറപ്പാടിലേക്ക് വരുമ്പോൾ ഇതിന് വിഗ്രഹാരാധനയോട് ബന്ധമുണ്ടെന്നുള്ള കൃത്യമായിട്ടുള്ള സൂചന അവിടെ കൊടുത്തിരിക്കുന്നത് കൊണ്ടാണ് ഹോരേബ് മുതൽ ഇസ്രായേൽ മക്കള് ആഭരണം ധരിച്ചില്ല എന്ന് നമ്മൾ വായിക്കുന്നത്. ദൈവം അവരോട് പറയുന്നു, നിങ്ങൾ ആഭരണം മാറ്റിക്കളയുക, അല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് വരികയില്ല എന്ന് ദൈവം പറയുകയും, അങ്ങനെ ഹോരേബ് മുതൽ ഇസ്രായേൽ മക്കൾ ആഭരണം ധരിക്കുന്നത് ഒഴിവാക്കി എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അതിൽ നമ്മൾ എന്താണ് മനസ്സിലാക്കുന്നത്? ദൈവം ഒരിക്കലും ആഭരണം ധരിച്ചുകൊണ്ട് നടക്കണം എന്ന് അവരോട് കൽപ്പിച്ചിട്ടില്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത്. ഇനി ഇത് പോസ്റ്റ് ചെയ്തത് ജെയിംസ് വർഗീസ് സാർ ആണെങ്കിൽ ഞാൻ വളരെ താഴ്മയായിട്ടൊരു കാര്യം പറയുന്നു. എന്നെപ്പോലെയുള്ള പ്രായത്തിൽ നിങ്ങളെക്കാൾ കുറഞ്ഞ ആളുകളൊക്കെ നിങ്ങളിൽ നിന്ന് വളരെ ഇൻസ്പിറേഷൻ പ്രാപിച്ച് കർത്താവിൻ്റെ വേലയിൽ മുമ്പോട്ട് പോകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. എന്നെപ്പോലെ അനേക ആളുകൾ ഒരുപക്ഷെ സാറിനെ പോലെയുള്ള മുതിർന്ന സഹോദരന്മാരെ അനുകരിക്കാൻ ശ്രമിക്കുന്നവരുമുണ്ട്. അവരെ വഴിതെറ്റിക്കാൻ സാറിനെ പോലുള്ളവർ കാരണമായി തീരരുത് എന്ന് ദയവായിട്ട് ഓർപ്പിക്കുകയാണ്. രണ്ടാമതായിട്ടൊരു സഹോദരൻ ഒരു സംശയം പ്രകടിപ്പിച്ചിരിക്കുകയാണ്. പത്രോസും തന്റെ ലേഖനത്തിൽ സ്ത്രീകളുടെ ആഭരണത്തെക്കുറിച്ച് പറയുന്നുണ്ട്. എന്നിട്ട് സാറയെ കുറിച്ച് പറയുന്നു, ഇങ്ങനെയല്ല വിശുദ്ധ സ്ത്രീകൾ തങ്ങളെ തന്നെ അലങ്കരിച്ചു വന്നത് എന്നത് സാറ ആഭരണം ധരിച്ചിരുന്നില്ല എന്നതിന് തെളിവാണോ? ഉത്തരം, സാറ ആഭരണം ധരിച്ചോ ഇല്ലയോ എന്നത് പുതിയ നിയമസഭയുള്ള ബന്ധത്തിൽ പ്രസക്തമല്ല. കാരണം പഴയ നിയമം നിഴലും പുതിയ നിയമം പൊരുളുമാണ്. പുതിയ നിയമ സഭ പാലിക്കേണ്ട നിർദ്ദേശങ്ങൾ പഴയ നിയമത്തിലെ കൽപ്പനകളല്ല, മറിച്ച് അതിൻ്റെ ആത്മീയ സത്യങ്ങളെയാണ്. 1 പത്രോസ് 3-ാം അധ്യായത്തിന്റെ 4 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ സാറയുടെ ആഭരണങ്ങളല്ല, മറിച്ച് സൗമ്യതയും സാവധാനതയുമുള്ള മനസ്സിനെയാണ്, അതായത് അക്ഷയഭൂഷണമായ ഹൃദയത്തിന്റെ ഗൂഢമനുഷ്യൻ ആയിരുന്നു അല്ലെങ്കിൽ ആണ്
യഥാർത്ഥ അലങ്കാരം എന്നാണ് അപ്പോസ്തലൻ അവിടെ സൂചിപ്പിക്കുന്നത്. അതിനെ അനുകരിക്കാനാണ് അവിടെ പറയുന്നത്. അല്ലാതെ സാറ ഇട്ട ആഭരണങ്ങളല്ല. സാറ ആഭരണം ഇട്ടോ ഇല്ലയോ എന്നുള്ള കാര്യം അവിടെ വ്യക്തമല്ല. ഇനി ഒരു തർക്കത്തിന് വേണ്ടി സാറ ആഭരണം ധരിച്ചു എന്ന് അംഗീകരിച്ചാൽ തന്നെ അതിനെ അല്ല അനുകരിക്കേണ്ടത്. സൗമ്യതയും സാവധാനതയുമുള്ള അക്ഷയഭൂഷണമായ ഹൃദയത്തിന്റെ ഗൂഢമനുഷ്യൻ, ആ ആത്മീയ വ്യക്തിത്വത്തെയാണ് പുതിയ നിയമസഭ അനുകരിക്കേണ്ടത് എന്നാണ് അപ്പോസ്തലൻ പറയുന്നത്. അത് 3-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ വ്യക്തവും ആണ്. അടുത്ത ചില ചോദ്യങ്ങൾ തിയോളജിയൻ എന്ന പേരിൽ അല്ലെങ്കിൽ ആ പേരിലുള്ള ഒരു അക്കൗണ്ടിൽ നിന്ന് പോസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ചോദ്യങ്ങളാണ്. അദ്ദേഹം ഒരുപക്ഷെ വലിയൊരു ബൈബിൾ പണ്ഡിതനായിരിക്കാം. ഐ അപ്രീഷിയേറ്റ് ഹിം. അദ്ദേഹത്തിന്റെ ചോദ്യം, സങ്കീർത്തനം 45 രാജ്ഞി ഓഫീർ തങ്കം അണിഞ്ഞു നിൽക്കുന്നതായും അവളുടെ വസ്ത്രം പൊൻകസുകൊണ്ടുള്ളതുമാണെന്ന് പറഞ്ഞിട്ടില്ലേ? അപ്പൊ അദ്ദേഹം ചോദിക്കുന്ന ചോദ്യത്തിന്റെ ഒരു പക്ഷേ ഉദ്ദേശം ദൈവവചനത്തില് രാജ്ഞി തങ്കം ഒക്കെ ധരിച്ച് നിൽക്കില്ലേ, പിന്നെ പുതിയ നിയമ വിശ്വാസികൾക്ക് എന്തുകൊണ്ട് ആഭരണം ധരിച്ചുകൂടാ എന്നുള്ളതായിരിക്കാം തിയോളജിയൻ സാർ ഉദ്ദേശിക്കുന്നത്. സാറിന് അറിയാത്ത കാര്യം ആയിരിക്കില്ല. ഈ സങ്കീർത്തനങ്ങൾ എന്നൊക്കെ പറയുന്നത് കവിതകളോ ഗാനങ്ങളോ ഒക്കെയാണ്. ആലങ്കാരിക പ്രയോഗങ്ങളാണ് അവിടെ നടത്തിയിരിക്കുന്നത്. അതിനെ ആക്ഷരികമായ അർത്ഥത്തിൽ പുതിയ നിയമത്തിൽ എടുത്ത് വ്യാഖ്യാനിക്കുന്നത് ശരിയല്ലെന്ന് സാറിന് അറിയാം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിനെ ഇനി ആക്ഷരികമായിട്ട് എടുത്ത് നമ്മൾ വ്യാഖ്യാനിക്കാനൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ സങ്കീർത്തനത്തിൽ കുഞ്ഞുങ്ങളുടെ കാലെ പിടിച്ച് പാറമേൽ അടിക്കണമെന്നൊക്കെ എഴുതിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു തിയോളജിയൻ സാർ അങ്ങനെയൊക്കെ പ്രസംഗിച്ചു കഴിഞ്ഞാൽ ജയിലിൽ പോയി കിടക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ സങ്കീർത്തനത്തിലെ വാക്യങ്ങളെ ഒരിക്കലും ആക്ഷരികമായിട്ട് എടുത്തല്ല വ്യാഖ്യാനിക്കുന്നത്. നേരത്തെ തന്നെ ഞാൻ പറഞ്ഞതുപോലെ പഴയ നിയമം നിഴലാണ്, പുതിയ നിയമം പൊരുളാണ്. നമ്മൾ അതിന്റെ ആത്മീയ സത്യങ്ങളെയാണ് എടുക്കുന്നത്. അപ്പോ ഈ 45 സങ്കീർത്തനം എന്ന് പറയുന്നത് നമ്മുടെ കല്യാണങ്ങൾക്കൊക്കെ, സുവിശേഷ വിഹിത സഭകളിലെ കല്യാണങ്ങൾക്കൊക്കെ വായിക്കുന്ന ഒരു സങ്കീർത്തനമാണല്ലോ. അപ്പോ അത് അവിടെ രാജ്ഞി എന്ന് പറയുന്നത് പുതിയ നിയമം അനുസരിച്ച് ചിന്തിക്കുമ്പോൾ അത് സഭയെ ഉപമിച്ചാണ് പറഞ്ഞിരിക്കുന്നതെന്ന് നമുക്ക് വചനം വായിക്കുന്നവർക്ക് മനസ്സിലാക്കുന്നതൊക്കെ സാധിക്കുന്നതാണ്. ഞാനൊരു തിയോളജിയനല്ല, പക്ഷെങ്കിൽ ബൈബിള് വായിക്കുന്ന ഒരാളാണ്. അപ്പോ നമുക്ക് അങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സഭയുടെ അലങ്കാരം എന്താണെന്ന് വെളിപ്പാട് പുസ്തകം 19:7-8 പറഞ്ഞിട്ടുണ്ട്. അവിടെ പറഞ്ഞിരിക്കുന്ന രാജ്ഞി സഭയുടെ ഒരു പ്രതീകമാണെങ്കിൽ സഭയുടെ യഥാർത്ഥ അലങ്കാരം അത് ആക്ഷരികമായ സ്വർണ്ണാഭരണങ്ങളോ വെള്ളിയാഭരണങ്ങളോ മറ്റാഭരണങ്ങളോ അല്ല, മറിച്ച് സൽപ്രവൃത്തികളാണ് എന്ന് വെളിപ്പാട് 19:7-8 വാക്യങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു ചോദ്യം, അത് ഒരു വളരെ ബുദ്ധിപൂർവമായൊരു ചോദ്യമാണ്. പൂജിച്ച് കൃഷി നടത്താറുള്ള ഇന്ത്യയിലെ കർഷകരുടെ ഉൽപ്പന്നങ്ങളും അന്യദേവന്മാരുടെ ഫോട്ടോകളും ഒക്കെ വെച്ചിരിക്കുന്ന ഹോട്ടലുകളിലെ ഭക്ഷണവും വിശ്വാസികൾക്ക് കഴിക്കാമോ? എനിക്ക് തോന്നുന്നില്ല ഇത് ചോദിച്ച ആളിന് ഈ വിഷയത്തിൽ എന്തെങ്കിലും സംശയം ഉണ്ടോ എന്ന്. എങ്കിൽ പോലും ചോദിച്ചതുകൊണ്ട് മറുപടി പറയാം. 1 10-ാം അധ്യായത്തിന്റെ 25 മുതൽ 29 വരെയുള്ള വാക്യങ്ങളിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, അങ്ങാടിയിൽ കിട്ടുന്നത് എന്തും സ്തോത്രത്തോടെ ഭുജിക്കാം എന്ന് പറഞ്ഞു. പക്ഷെങ്കിൽ നമുക്ക് തരുന്ന ആള് ഇത് ഞാൻ നിവേദിച്ചതാണ് എന്ന് പറഞ്ഞു തരുമ്പോൾ ആ തന്ന വ്യക്തിയുടെ മനസാക്ഷിയെ കണക്കുകൂട്ടി നാം കഴിക്കരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ അങ്ങാടിയിൽ എവിടെയാണെങ്കിലും അത് ഹിന്ദുവോ മുസ്ലിമോ ആര് തന്നെ ആയിക്കോട്ടെ, നമ്മുടെ മുന്നിൽ വെച്ചിരിക്കുന്ന ഭക്ഷണം അത് നമുക്ക് കഴിക്കാനായിട്ട് തന്ന ഭക്ഷണമാണെങ്കിൽ അത് സ്തോത്രത്തോടെ കഴിക്കാം. അതിനുള്ള സ്വാതന്ത്ര്യം വിശ്വാസികൾക്ക് തിരുവചനം നൽകുന്നുണ്ട്. അപ്പൊ അതും ആഭരണധാരണമായിട്ട് ബന്ധമില്ലെന്ന് സാരം. തിയോളജിയൻ സാറിന്റെ അടുത്ത ചോദ്യം അല്പം സ്ട്രോങ് ആട്ടോ. കൊലോസ്യ ലേഖനം 2:20 മുതൽ 23 വരെയുള്ള ഭാഗങ്ങളെ ആധാരമാക്കിയാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്. അവിടെ പിടിക്കരുത്, രുചിക്കരുത്, തൊടരുത് എന്നുള്ള ചട്ടങ്ങൾക്ക് കീഴ്പ്പെടുന്നത് എന്ത് എന്ന് അപ്പോസ്തലനായ പൗലോസ് ചോദിക്കുന്നുണ്ട്. അതൊക്കെയും സ്വേച്ഛാരാധനയിലും താഴ്മയിലും ശരീരത്തിന്റെ ഉപേക്ഷയിലും രസിക്കുന്നവർക്ക് ജ്ഞാനത്തിന്റെ പേര് മാത്രമുള്ളത്. അപ്പോ പുള്ളിക്കാരൻ പറയുന്ന അനുസരിച്ച് ഇവിടെ തുടരുത് എന്ന് പറഞ്ഞിരിക്കുന്നത് ആഭരണം തുടരുത് എന്നുള്ള ആ ചിന്താഗതിക്ക് എതിരെയും കൂടെ അല്ലേ എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് അദ്ദേഹം ഒരു ചെറിയ ചവിട്ട് എനിക്കിട്ട് തന്നുകൊണ്ട് പറയുകയാണ്. അപ്പോ ഈ ആഭരണം തുടരുത് എന്ന തരത്തിലുള്ള നിയമങ്ങൾ അത് പരിചയമായവർക്ക് ആത്മീയമായിട്ട് തോന്നാം. എന്നാൽ യഥാർത്ഥ ഹൃദയമാറ്റം കൊണ്ടുവരുന്നതിൽ യാതൊരു ശക്തിയുമില്ല. തിയോളജിയൻ സാറെ ആഭരണം ഒഴിവാക്കുന്നത് കൊണ്ട് മാത്രം ഒരാൾ ആത്മീയനാണ്
എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. എൻ്റെ തുടക്കം മുതലുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞിരിക്കുന്നത് വേർപാട് അനുഷ്ഠിക്കുന്നതിനോടുള്ള ബന്ധത്തിൽ വചനത്തിൽ ആഭരണധാരണം ഒഴിവാക്കണം എന്നുള്ള ഉപദേശം വേർപാടിന്റെ ഉപദേശത്തിന്റെ ഭാഗമായിട്ട് അത് പുതിയ നിയമത്തിൽ നമുക്ക് കാണാൻ തക്കണം സാധിക്കും. അതിൻ്റെ നിഴൽ നമുക്ക് പഴയ നിയമത്തിലും കാണാൻ തക്കണം സാധിക്കുന്നതാണ്. അപ്പൊ അദ്ദേഹം പറയുന്നത് ഈ തുടരുത്, പിടിക്കരുത് മുതലായ കാര്യങ്ങളൊക്കെ നോസ്റ്റിസം അല്ലെങ്കിൽ ജ്ഞാനവാദത്തിന്റെ സ്വാധീനത്തിൽ ഉള്ളതാണ്. തീർച്ചയായിട്ടും അപ്പോസ്തലനായ പൗലോസ് കൊലോസ്യലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് ജ്ഞാനവാദികൾ പഠിപ്പിക്കുന്നത് പോലെ തുടരുത്, പിടിക്കരുത് മുതലായ രുചിക്കരുത്, ഇത് ജ്ഞാനവാദത്തിന്റെ ഭാഗമായിട്ട് അന്നുണ്ടായിരുന്നതാണ്. പക്ഷേ സാറേ, മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ആ ഭാഗത്ത് അപ്പോസ്തലനായ പൗലോസ് ആഭരണം ധരിക്കണം എന്നുള്ള നിലയിലുള്ള ഒരു സൂചനയും നൽകിയിട്ടില്ല. മറിച്ച് എന്തിനെയാണ് പൗലോസ് സൂചിപ്പിക്കുന്നതെന്ന് വിവിധ വാക്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ തൊക്കണം സാധിക്കും. കൊലോസ്യലേഖനം 2:16-17 വാക്യങ്ങൾ നാം വായിച്ചാൽ ഈ യഹൂദന് പഴയ നിയമത്തിൽ കൊടുത്തിരിക്കുന്ന ഭക്ഷണപാനീയ നിയമങ്ങൾ, പെരുന്നാളുകൾ, വാവ്, ശബത്ത്, ഈ കാര്യങ്ങൾ വിശ്വാസികൾ പിടിച്ചുകൊണ്ടിരിക്കേണ്ട എന്നാണ് അപ്പോസ്തലൻ പറയുന്നത്. അല്ലാതെ ആഭരണം ധരിക്കാം എന്ന് പറയുന്നില്ല. അതുപോലെ തന്നെ ഈ പൗരസ്ത്യ ജ്ഞാനവാദം അല്ലെങ്കിൽ ആത്മീയ ബോധം അനുസരിച്ച് ചില ഭക്ഷണങ്ങളെ ഒഴിവാക്കുന്ന ഒരു രീതി അന്നും നിലനിന്നിരുന്നു. ഉദാഹരണത്തിന് മാംസാഹാരം ഒഴിവാക്കുക. മാംസം കഴിക്കുന്നത് പാപമാണെന്ന് ചിന്തിച്ചിരുന്ന ആളുകളുണ്ടായിരുന്നു. അതുകൊണ്ടാണ് റോമാലേഖനം 14-ാം അധ്യായത്തിന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ ദുർബലരായ ആളുകളാണ് സസ്യാഹാരം മാത്രം കഴിക്കുന്നത് എന്ന് അപ്പോസ്തലൻ പറയുന്നത്. പുതിയ നിയമത്തിൽ ചില ഭക്ഷണങ്ങൾ ഒഴിവാക്കണമെന്നോ ചില ഭക്ഷണം മാത്രം കഴിക്കണമോ എന്നുള്ള ഒരു നിയമമില്ല. എന്നാൽ നമുക്കെല്ലാവർക്കും അറിയാം, യഹൂദൻ പന്നി മാംസം അടക്കമുള്ള പല ഭക്ഷണങ്ങൾ കഴിക്കാറില്ല, എന്നാൽ അവർക്ക് നിഷിദ്ധമായിരുന്നു. അങ്ങനെയുള്ള നിയമങ്ങൾ പിടിച്ചുകൊണ്ടിരിക്കേണ്ട എന്നാണ് കൊലോസ്യ ലേഖനത്തിൽ അപ്പോസ്തലൻ പറയുന്നത്. അതുപോലെ തുടരുത് എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ പറഞ്ഞ ജ്ഞാനവാദികളിൽ പലരും വിവാഹ ജീവിതം ഒരു പാപമാണെന്ന് ചിന്തിക്കുന്നവരുണ്ടായിരുന്നു. സ്ത്രീകളെ തൊടുന്നത് തന്നെ പാപമാണ്. സ്ത്രീ എന്ന് പറയുന്നത് അത് അമ്മയോ സഹോദരിയോ ഭാര്യയോ അവരെ ഇങ്ങനെ ടച്ച് ചെയ്യുന്നത് പോലും പാപമാണ് എന്ന് അവർ ധരിച്ചിരുന്നു. അപ്പോൾ അവര് വിവാഹം വിലക്കിയിരുന്നു. ആ ജ്ഞാനവാദികളുടെ പിന്തുടർച്ചയാണ് കത്തോലിക്ക മതത്തിലൊക്കെ ഇന്ന് കാണുന്ന പൗരോഹിത്യത്തിന്റെ ഭാഗമായി നിലനിൽക്കുന്ന വിവാഹ വിലക്കുകൾ. എന്നാൽ 1 തിമോഥെയോസ് 4-ാം അധ്യായത്തിന്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ വിവാഹം വിലക്കരുത് എന്ന് അപ്പോസ്തലൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോ കൊലോസ്യ ലേഖനം 2-ാം അധ്യായത്തിൽ അപ്പോസ്തലൻ പിടിക്കരുത്, തൊടരുത്, രുചിക്കരുത് എന്നുള്ള നിയമങ്ങൾ പാലിക്കേണ്ടതില്ല എന്ന് പറഞ്ഞത് ആഭരണം ധരിക്കാം എന്നുള്ളതുമായിട്ട് ബന്ധപ്പെടുത്തിയല്ല, അല്ലെ ആഭരണം ധരിക്കരുത് എന്നുള്ളതിനെ ബന്ധപ്പെടുത്തിയല്ല. ആ ഭാഗത്ത് ആഭരണത്തെക്കുറിച്ച് അപ്പോസ്തലൻ ഒന്നും തന്നെ സൂചിപ്പിക്കുന്നില്ല എന്ന് പ്രത്യേകം പറഞ്ഞുകൊള്ളട്ടെ. ഇനി ചില ചോദ്യങ്ങൾ പുതിയ നിയമത്തിൽ നിന്നാണ്. ഒന്ന്, ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തില് മുടിയനായ പുത്രൻ മടങ്ങി വരുമ്പോൾ പിതാവ് തന്നെ മോതിരം അണിയിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ തൊക്കണം സാധിക്കും. രണ്ടാമത്തെ ഒരു ചോദ്യം വന്നിരിക്കുന്നത് യാക്കോബിന്റെ ലേഖനത്തില് യാക്കോബ് പറയുന്നുണ്ട്, നിങ്ങളുടെ പള്ളിയിൽ സ്വർണ്ണമോതിരം ഇട്ടുകൊണ്ട് ഒരാൾ വന്നാൽ എന്ന് പറഞ്ഞിട്ട് 2-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ തൊക്കണം സാധിക്കും. അപ്പോൾ അവർ പറയുന്നത് ഇത് രണ്ടും സഭയിൽ ആഭരണം ധരിക്കാം എന്നുള്ളതിന്റെ തെളിവല്ലേ എന്നാണ് ചോദിക്കുന്നത്. ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത് ഈ രണ്ട് ഭാഗങ്ങളുടെയും പശ്ചാത്തലം യഹൂദ മതമാണ്. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു യഹൂദന്റെ ചരിത്ര പശ്ചാത്തലം അനുസരിച്ചാണ് അവിടെ മുടിയനായ പുത്രന്റെ ആ സംഭവം പറയുന്നത്. യഹൂദൻ ആഭരണം ധരിച്ചോ ഇല്ലയോ എന്നുള്ള കാര്യം പുതിയ നിയമത്തിൽ നമ്മൾ ആഭരണം ധരിക്കാം എന്നുള്ളതിനെ സമർത്ഥിക്കുവാൻ ഒരു കാരണമല്ല. എന്നാൽ
പഴയ നിയമത്തിൽ ദൈവം ആഭരണം ധരിക്കുവാൻ പറഞ്ഞിരുന്നോ, അതോ ആഭരണം ധരിക്കരുതെന്നാണോ പറഞ്ഞത് എന്ന് നാം നോക്കിക്കഴിഞ്ഞാൽ ദൈവം ഒരിക്കലും അവരോട് ആഭരണം ധരിച്ചുകൊണ്ട് നടക്കാനായിട്ട് പറഞ്ഞതായിട്ട് നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നതല്ല. ജെയിംസ് വർഗീസ് സാറിന്റെ ചോദ്യത്തിന് മറുപടി ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ ചോദ്യം എടുത്തുകൊണ്ട് ആരും വരരുത് എന്ന് അറിയിക്കുന്നു. ദൈവം ഒരു ആഭരണം ധരിക്കണമെന്ന് കൽപ്പിച്ചിട്ടില്ല. എന്നാൽ ആഭരണം ധരിക്കുന്നതിൽ നിന്ന് അവരെ വിലക്കിയതായിട്ട് പുറപ്പാട് പുസ്തകത്തിൽ നമുക്ക് കാണുവാനും സാധിക്കുന്നതാണ്. യാക്കോബിന്റെ ലേഖനത്തിലേക്ക് നാം വരുമ്പോൾ പുതിയ നിയമ കാനോൻ അനുസരിച്ച് ഏറ്റവും ആദ്യം എഴുതിയിരിക്കുന്ന പുസ്തകമാണ് യാക്കോബ്. യാക്കോബ് ആ ഭാഗത്ത് പള്ളി എന്നുള്ള വാക്ക് പറഞ്ഞിരിക്കുന്നത് സഭയെ ഉദ്ദേശിച്ചല്ല, മറിച്ച് സിനഗോഗിനെ ഉദ്ദേശിച്ചാണ് എന്ന് വചനം പഠിക്കുന്നവർക്ക് മനസ്സിലാക്കുന്നതൊക്കെ സാധിക്കുന്നതാണ്. ഗ്രീക്ക് പുതിയ നിയമത്തിൽ സുനാഗാഗോ അല്ലെങ്കിൽ സിനഗോഗ് എന്ന അർത്ഥം വരുന്ന ഒരു വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. സിനഗോഗ് എന്ന് പറഞ്ഞാൽ യഹൂദന്റെ പ്രാർത്ഥനാലയം എന്നാണ് അർത്ഥം. അപ്പോ അവിടെ സഭയിലേക്ക് ഒരാള് മോതിരം ഇട്ടുകൊണ്ട് വന്നു എന്ന് സമർത്ഥിക്കുവാൻ ആ ഭാഗം ഉപകരിക്കുന്നതല്ല എന്നുള്ള കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ. നേരത്തെ സൂചിപ്പിച്ചിരുന്ന പോലെ പഴയ നിയമ പശ്ചാത്തലത്തെ എടുത്തുകൊണ്ട് ഒരിക്കലും പുതിയ നിയമത്തിൽ അക്ഷരികമായിട്ട് ആഭരണം ധരിക്കാം എന്ന് നമുക്ക് പഠിപ്പിക്കാൻ സാധിക്കുന്നതല്ല. എന്നാൽ അതിന്റെ ആത്മീയ അർത്ഥങ്ങളെയാണ് നാം എടുക്കേണ്ടത്. ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തെ എഫേസ് ലേഖനം 1 മുതൽ 3 വരെയുള്ള അധ്യായങ്ങളോട് ചേർത്ത് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഒരു രക്ഷിക്കപ്പെട്ട വിശ്വാസിക്ക് ദൈവത്തിന്റെ പുത്രത്വത്തിലേക്കുള്ള പൂർണ്ണ പ്രവേശനം, മകൻ എന്നുള്ള അധികാരം, പിതാവിന്റെ സ്വത്തിന്മേലുള്ള അധികാരം അല്ലെങ്കിൽ അതിന്മേലുള്ള അവകാശം എന്നിവയാണ് പിതാവ് പുത്രനെ ധരിപ്പിച്ച മോതിരം സൂചിപ്പിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുന്നതൊക്കെ സാധിക്കും. തിയോളജിയൻ സാറിന്റെ മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത് യെഹെസ്കേൽ 16-ന്റെ 10 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ നിന്നാണ്. ദൈവം ഇസ്രായേലിനെ ആഭരണം അണിയിക്കുന്നു എന്നുള്ളൊരു ഭാഗം അവിടെ നിന്ന് നമുക്ക് കാണുന്നതൊക്കെ സാധിക്കും. തിയോളജിയൻ സാറ് 16-ന്റെ 10 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ ദൈവം ഇസ്രായേലിനെ ആഭരണം അണിയിക്കുന്നു എന്ന് കാണുമ്പോൾ തന്നെ 16-ന്റെ 39-ൽ പൂജാഗിരികളെ ഇടിച്ചു കളയുകയും വസ്ത്രമഴിച്ച് ആഭരണങ്ങളെ എടുത്ത് നിന്നെ നഗ്നയും അനാവൃതയുമായി വിടും എന്നും പറഞ്ഞിട്ടുണ്ട്. ഇത് ഇസ്രായേൽ രാഷ്ട്രത്തെ കുറിച്ചാണ് പറയുന്നത് ഓർക്കണം. ഒരു സ്ത്രീയെ കുറിച്ചല്ല തിയോളജിയൻ സാറെ പറയുന്നത്. അപ്പൊ ഇസ്രായേലിനെ ആഭരണം അണിയിക്കും എന്ന് പറയുമ്പോൾ സാർ എന്താണ് മനസ്സിലാക്കുന്നത്? ഇസ്രായേൽ ഒരു സ്ത്രീയാണ്, ദൈവം വന്നിട്ട് മോതിരവും കമ്മലും മാലയും ഒക്കെ ഇടിപ്പിച്ചു എന്നാണോ അർത്ഥം? അങ്ങനെ സാറ് വാദിക്കില്ലല്ലോ സാറേ. അതുപോലെ വസ്ത്രമഴിച്ച് ആഭരണങ്ങളെ എടുത്ത് നിന്നെ നഗ്നയും അനാവൃതയുമായി വിടുമെന്ന് പറഞ്ഞാൽ ഇസ്രായേലിന്റെ തുണിയെല്ലാം അഴിച്ചിട്ട് ഒരു പെൺകുട്ടിയെ റോഡിലൂടെ തുണി അഴിച്ച് നടത്തിപ്പിക്കുന്ന പോലെ നടത്തിപ്പിക്കുമെന്നാണോ അതിന്റെ അർത്ഥം? ഒരിക്കലുമല്ല. അതൊരു പ്രതീകാത്മകമായ വിവരണമാണ്. അവിടെ ദൈവം വന്ന ആഭരണം അണിയിപ്പിച്ചുമില്ല, ദൈവം ആഭരണം ഊരിയുമില്ല. അതിന്റെ സിമ്പിൾ അർത്ഥം എന്ന് പറയുന്നത് ദൈവം അവരെ ആത്മീയമായി അനുഗ്രഹിച്ചു, പക്ഷെങ്കിൽ ആ നിലവാരത്തിൽ അവർ നിൽക്കാഞ്ഞത് മൂലം അവർക്ക് കൊടുത്ത പദവിയിൽ നിന്ന് അവരെ മാറ്റും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. യെഹെസ്കേൽ പ്രവാചകൻ എഴുതുമ്പോൾ ഇസ്രായേൽ ബാബിലോണിയൻ പ്രവാസത്തിലാണ്. അപ്പോ ഇസ്രായേലിനെ ദൈവം സ്വർഗീയ അനുഗ്രഹങ്ങളാൽ അനുഗ്രഹിച്ചു. എന്നാൽ അവർ ദൈവത്തോട് നന്ദിയുള്ളവരായി ജീവിക്കാഞ്ഞത് മൂലം അവര് പ്രവാസത്തിലേക്ക് പോകും എന്ന് ആണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ അവർ വരുന്ന നാളുകളിൽ അതിന്റെ തിക്തഫലങ്ങൾ അനുഭവിക്കും എന്നാണ് തിയോളജിയൻ സാറെ പറഞ്ഞിരിക്കുന്നത്. അതൊക്കെ എടുത്തിട്ട് ഞാനും സാറും ഒക്കെ കമ്മലും മോതിരവും മുക്കൂത്തിയൊക്കെ ഇട്ട് നടക്കണം എന്നൊക്കെ പഠിപ്പിക്കുന്നത് ശരിയാണോ സാറേ? നിങ്ങളൊക്കെ തിയോളജിയൻ ആണല്ലോ, ഞാനൊന്നും ഒരു വലിയ പണ്ഡിതനൊന്നുമല്ല. ദൈവാത്മാവ് നൽകിയ ദർശനം അനുസരിച്ചാണ് ഇതൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പോ തിരുവചനം സഭയെ പഠിപ്പിക്കുന്നതിനും ലൗകികതയിൽ നിന്നും ലോകമോഹങ്ങളിൽ നിന്നും വേർപെട്ട് ദൈവത്തിന് കൊള്ളാവുന്നവരായി ജീവിക്കുവാൻ തക്കുന്ന സഭയെ പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ട് നിങ്ങളെപ്പോലെയുള്ള പണ്ഡിതന്മാർ ഉപകരിക്കപ്പെടണം എന്നാണ് താഴ്മയായിട്ട് എനിക്ക് അഭ്യർത്ഥിക്കുവാൻ തക്കവണ്ണം ഉള്ളത്. ഇനിയും കുറെ ചോദ്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ പലതും ഈ പറഞ്ഞ പോലെ കാമ്പുള്ള ചോദ്യങ്ങളൊന്നുമല്ല. പിന്നെ കുറെ ഭീഷണിയും എടാ പോടാ വിളികളും ഒക്കെയാണ്. ഭീഷണിയൊക്കെ കാണുമ്പോൾ അങ്ങനെ പേടിയൊന്നും വരാറില്ല. കാരണം ഒരു
10-30ഓളം വർഷങ്ങളായിട്ട് ബീഹാറിലാണ്, സുവിശേഷ വേലയിലാണ്. അതിൽ തന്നെ ഭൂരിപക്ഷ സമയവും 6 വർഷത്തോളം സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയതിനു ശേഷം കേട്ടോ 6 വർഷത്തോളം ഈ ബീഹാറിന്റെ കട്ടിഹാർ എന്ന് പറഞ്ഞ പ്രദേശത്ത് 6 വർഷത്തോളം കോടതി വരാന്ത കയറി ഇറങ്ങി നടന്നൊരു വ്യക്തിയും കൂടിയാണ്. കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിൽ ഇറങ്ങി പുറപ്പെട്ടതിന്റെ പേരിൽ. അപ്പോൾ എന്നെയൊക്കെ കാണിച്ചു തരാം എന്നൊക്കെ, ഒരു ആഭരണധാരണത്തെ കുറിച്ചൊക്കെ ഉള്ളൊരു വചനം പറഞ്ഞതിന്റെ പേരിൽ കാണിച്ചു തരാം എന്നൊക്കെ ഭീഷണിപ്പെടുത്തുന്നത് ഒരു തമാശയായിട്ട് കാണാൻ മാത്രമേ എനിക്ക് സാധിക്കുന്നുള്ളൂ. എൻ്റെ ഒരു സുഹൃത്ത് ബീഹാറിലുണ്ടായിരുന്നതാണ്. അദ്ദേഹം ബീഹാറിനെ കണ്ട് പേടിച്ചിട്ടാണോ എന്തോ അദ്ദേഹം കേരളത്തിലോട്ട് പോയി. അങ്ങനെ പോകാനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിനുണ്ട്. അപ്പം അദ്ദേഹം ആഭരണത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് പറയാനൊന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കാം അദ്ദേഹം എനിക്ക് ഒരു നല്ല പേരിട്ടൊക്കെ ഒരു പോസ്റ്റ് ഇട്ടു. ഇന്നലത്തെ മഴയ്ക്ക് കുരുത്ത തകര എന്നാണ് അദ്ദേഹം വിളിച്ചത്. അദ്ദേഹം ഒരുപാട് നാൾ മുമ്പ് കുരുത്ത തകരയായിരിക്കാം. എന്നെ അങ്ങനെ വിളിച്ചതിലൊന്നും ഒരു കുഴപ്പമില്ല, കാരണം ഒരു പക്ഷേ സുഹൃത്തായിട്ട് തമാശ രൂപേണ വിളിച്ചതായിരിക്കാം. പിന്നെ ഞാനൊന്നും അദ്ദേഹത്തോട് പറയില്ല. അദ്ദേഹം ഇവിടെ പട്നയിലുണ്ടായിരുന്ന സമയത്ത് ഇതുപോലെയുള്ളൊരു ചോദ്യവുമായിട്ട് പുള്ളി വരികയും ഞാൻ അതിനൊരു മറുപടി കൊടുക്കുകയും ചെയ്തപ്പോൾ അദ്ദേഹം ഏങ്ങലടിച്ചിരുന്ന് കരയാൻ തുടങ്ങി. ഞാൻ കുറച്ച് എമ്പതറ്റിക് ആയിട്ടുള്ളൊരു വ്യക്തി ആയതുകൊണ്ട് ഈ ആരെങ്കിലുമൊക്കെ ഏങ്ങലടിച്ച് കരയുന്ന കാണുമ്പോൾ എനിക്കൊരു വിഷമം വരും. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ കരയും, അത് പിന്നെ എനിക്ക് വിഷമമാവും. അപ്പം അതുകൊണ്ട് തകര സാറിനോട് ഒന്നും പറയുവാൻ തക്കണം ആഗ്രഹിക്കുന്നില്ല. ദൈവം അദ്ദേഹത്തിന് ബുദ്ധിയും വിവേകമൊക്കെ കൊടുക്കട്ടെ. അദ്ദേഹം ബ്രദറൻ സമൂഹത്തിലെ ഒരു വലിയ പ്രമുഖനായിരിക്കാം. ഞാൻ അങ്ങനെയൊന്നുമല്ല. ഒരു വിശ്വാസി, ഒരു സാധാരണ വിശ്വാസി, കർത്താവിൻ്റെ വേല ചെയ്യാൻ കർത്താവ് വിളിച്ചതുകൊണ്ട് മാത്രമേ ഇറങ്ങി പുറപ്പെട്ടു, യോഗ്യത കൊണ്ടല്ല. ദൈവം വെളിപ്പെടുത്തിയ സത്യങ്ങൾ കേൾക്കാൻ താല്പര്യമുള്ളവരോട് പങ്കുവച്ചു. കേൾക്കാൻ താല്പര്യമുള്ളവർ അത് അനുസരിക്കും, പാലിക്കും. അനേക ദൈവമക്കൾ ഈ വീഡിയോകളോട് പ്രതികരിക്കുകയും ഇത് ദൈവാത്മാവിൻ്റെ സന്ദേശമായിട്ട് മനസ്സിലാക്കുകയും ചെയ്തു എന്നോർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. അതോടൊപ്പം തന്നെ ഇത് കേൾക്കാൻ താല്പര്യമില്ലാത്തവർ, അനുസരിക്കാൻ താല്പര്യമില്ലാത്തവർ, അവർക്ക് ഉൾക്കൊള്ളാൻ സാധിക്കാത്തവർ, അങ്ങനെയുള്ളവർക്ക് അത് കേൾക്കാതിരിക്കുവാനും ഒക്കെ സ്വാതന്ത്ര്യമുണ്ട് എന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. എന്നാൽ ഞാൻ കേരളത്തിലെ വേർപെട്ട ദൈവജനത്തോട് പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, ഈ ആഭരണവാദികൾ, ദൈവസഭയിലേക്ക് ആഭരണ ധാരണം കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്ന ഈ വാദികൾ, ഇവർ ഒരു അസാരം പുളിമാവാണ്. ഇന്ന് ആഭരണത്തിന് വേണ്ടി വാദിക്കുന്ന ഇവർ നാളെ വിവാഹമോചനം, പുനർവിവാഹം, സ്ത്രീകളെ മൂപ്പന്മാരും സുവിശേഷകരുമാക്കണം എന്നൊക്കെ വാദിക്കുന്ന നിലയിലേക്ക് സഭയെ വലിച്ച് ഇഴയ്ക്കും എന്ന് ഞാൻ ഇപ്പോഴേ നിങ്ങളോട് സൂചിപ്പിക്കുന്നു. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ടി വരില്ല. അതുകൊണ്ട് ഈ ആഭരണവാദികളെ, കർത്താവിനെയും തിരുവചനത്തെയും സ്നേഹിക്കുന്ന ദൈവമക്കൾ നിരുത്സാഹപ്പെടുത്തണം എന്ന് താഴ്മയായിട്ട് ഓർപ്പിക്കുന്നു. ദൈവം അനുവദിച്ചാൽ ആഭരണം ധരിക്കുന്ന പശ്ചാത്തലങ്ങളിൽ നിന്ന് കടന്നു വരുന്നവരോട് സഭ എന്ത് സമീപനമാണ് സ്വീകരിക്കേണ്ടത് എന്നുള്ള ബന്ധത്തിൽ ഒരു വീഡിയോ കൂടെ ഇതിനുള്ള ബന്ധത്തിൽ ചെയ്യുന്നതായിരിക്കും. അതുവരേക്കും നിങ്ങളോട് വിട ചോദിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.